പ്രിയപ്പെട്ടവരെല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ESRനെ കുറിച്ചാണ്. ESRുമായി ബന്ധപ്പെട്ട് ESRന്റെ പ്രൊസീജിയർ, ESRുമായി ബന്ധപ്പെട്ട മെഷീൻസ് എന്നിവയെക്കുറിച്ച് 2-3 വീഡിയോ ഈ ചാനലിൽ ഇതിനു മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോക്ക് താഴെ വന്നിട്ടുള്ള ഒരു കോമൺ കമൻറ്റിനുള്ള മറുപടിയാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ESR കൊണ്ട് ലബോറട്ടറി സയൻസിലുള്ള പ്രാധാന്യം എന്ത് എന്നുള്ളതാണ്. ESRുമായി ബന്ധപ്പെട്ട് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഏതൊക്കെ അസുഖങ്ങളെ ESR കൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ കഴിയും? ESR ചെയ്തു കഴിഞ്ഞാൽ ഗുണങ്ങൾ എന്താണ് എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. ESR എന്നത് ഏതെങ്കിലും ഒരു രോഗത്തിൻ്റെ ഡയഗ്നോസ്റ്റിക് ഇൻവെസ്റ്റിഗേഷൻ അല്ല. നേരെ മറിച്ച് ESR ഒരു പ്രോഗ്നോസ്റ്റിക് അതല്ലെങ്കിൽ അസസ്മെന്റ് ടെസ്റ്റ് മാത്രമാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ചെയ്യപ്പെടുന്ന ടെസ്റ്റുകളിൽ ഒന്നാണ് ESR. ബ്ലഡ് ആറിയുടെ ഭാഗമായതുകൊണ്ട് തന്നെ പ്രൈമറി ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് ESR നിർദ്ദേശിക്കുക പതിവാണ്. അതുകൊണ്ട് തന്നെ ESR എന്ന് പറയുന്ന ടെസ്റ്റുമായി പേഷ്യൻസ് ലബോറട്ടറികളിൽ റുട്ടീനായിട്ട് കടന്നു വരാറുണ്ട്. ESR ഡസ് നോട്ട് ഹാവ് ഡയഗ്നോസ് എ സ്പെസിഫിക് ഡിസീസ്. ഇറ്റ് ഈസ് നോൺ സ്പെസിഫിക് ഡിസീസ് ബട്ട് ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ. ഇറ്റ് അസസ് ഇൻഫെക്ഷൻ, ഇൻഫ്ലമേഷൻ, ക്യാൻസേഴ്സ് ആൻഡ് അതർ സോ മെനി ഡിസീസസ്. ESRന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ 1899 കണ്ടുപിടിക്കപ്പെട്ട ടെസ്റ്റാണ് ESR. ഏകദേശം 125 വർഷത്തെ പഴക്കമുണ്ട് ESRന്. എന്നാൽ നമ്മൾ ഇന്ന് കാണുന്ന വെസ്റ്റഗ്രൻസ് മെത്തേഡ് വഴി ESR ചെയ്യുന്ന ടെസ്റ്റ് പോലും ഡെവലപ്പ് ചെയ്തിട്ട് ഏകദേശം 100 വർഷത്തോളമായി. 1918 വെസ്റ്റഗ്രൻസ് മെത്തേഡ് കണ്ടുപിടിക്കപ്പെടുന്നത്. നമ്മൾ പറഞ്ഞു ESR ഒരിക്കലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഡയഗ്നോസ്റ്റിക് ഇൻവെസ്റ്റിഗേഷൻ അല്ല. അതേസമയം ഒരുപടി രോഗങ്ങളെ നമുക്ക് പ്രോഗ്നോസ് ചെയ്യാൻ അല്ലെങ്കിൽ അതിൻ്റെ ഡെവലപ്മെൻറ്റ് സ്റ്റേജ് മെഷർ ചെയ്യാൻ, ആ അസുഖം കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ സഡൻ ആയിട്ടുള്ള ഒരു ഇൻഫ്ലമേറ്ററി കണ്ടീഷനെ മനസ്സിലാക്കാൻ ഒക്കെ ESR ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തത് ഇൻഫ്ലമേറ്ററി ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ആണ്. നമുക്കറിയാം റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, ലൂപ്പസ് പോലുള്ള പ്രധാനപ്പെട്ട രോഗങ്ങൾ. ഇതിൻ്റെ പ്രോഗ്രസ്, അതിൻ്റെ ഡെവലപ്മെൻറ്റ് ഒക്കെ മനസ്സിലാക്കാൻ ESR ഒരു പരിധിവരെ സഹായിക്കുന്നുണ്ട്. ഇന്ന് CRP പോലുള്ള ടെസ്റ്റുകൾ ESRൻ്റെ റോളുകൾ ഏറ്റെടുക്കുന്നുണ്ടെങ്കിലും ഒരു സപ്പോർട്ടീവ് ടെസ്റ്റായിട്ട് ESR പരിഗണിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അടുത്തത് ഇൻഫെക്ഷൻസ് ആണ്. ഒരു പേഷ്യൻസിൻ്റെ ശരീരത്തിൽ ഒട്ടനവധി ഇൻഫെക്ഷൻസ് ഉണ്ടാവും. ഇൻഫെക്ഷ്യസ് ഡിസീസസിൻ്റെ എണ്ണത്തിന് കണക്കില്ല. ഇത്തരം ഇൻഫെക്ഷൻസിൻ്റെ പ്രോഗ്രസ് അല്ലെങ്കിൽ അതിൻ്റെ കണ്ടീഷൻസ് മനസ്സിലാക്കാൻ ESR ഉപകരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ TB, ഓസ്റ്റിയോമൈലൈറ്റിസ് പോലുള്ള അസുഖങ്ങൾ, ബാക്ടീരിയൽ എൻഡോകാർഡിയൈറ്റിസ് പോലുള്ള മറ്റു ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് പോലുള്ള അസുഖങ്ങൾ, ഇവയുടെയൊക്കെ പ്രോഗ്രസ് മനസ്സിലാക്കാൻ ESR സഹായിക്കുന്നു. അതേപോലെ മറ്റ് ക്രോണിക് ആയിട്ടുള്ള കുറേ അസുഖങ്ങളുണ്ട് ബോഡിയെ ബാധിക്കുന്ന. അതിൽ കിഡ്നി ഡിസീസസ് ഉണ്ട്, ഇൻഫ്ലമേറ്ററി ബോവൽ ഡിസീസസ് ഉണ്ട്. അത്തരം അസുഖങ്ങളുടെയൊക്കെ പ്രോഗ്രസ്, കണ്ടീഷൻസ്, പ്രോഗ്നോസിസ് മനസ്സിലാക്കാൻ ESR സഹായിക്കുന്നു. അതേപോലെ ശരീരത്തിലുണ്ടാകുന്ന ചില ക്യാൻസേഴ്സ്, എക്സാമ്പിൾ ലിംഫോമ, മൾട്ടിപ്പിൾ മൈലോമ പോലുള്ള ക്യാൻസേഴ്സിൻ്റെ പ്രോഗ്രസ് മനസ്സിലാക്കാൻ ESR സഹായിക്കുന്നു. അതേപോലെ ഡിഫറെൻ്റ് അനീമിയാസ്, അതിൻ്റെ പ്രോഗ്രസ്, അതിൻ്റെ എഫക്റ്റീവ്നെസ് ഒക്കെ മനസ്സിലാക്കുന്നതിന് ESR ഒരു പരിധിവരെ സഹായിക്കുന്നുണ്ട്. അതിനോടൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ESR കൂടുന്ന പാത്തോളജിക്കൽ കണ്ടീഷൻസ് ആണ് കൂടുതൽ നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നാൽ ചില അവസ്ഥകളിൽ ESR കുറയുന്ന കണ്ടീഷൻസും ഉണ്ട്. ഉദാഹരണം മൾട്ടിപ്പിൾ മൈലോമ, സിക്കിൾ സെൽ അനീമിയ, പോളിസൈത്തീമിയ പോലുള്ള കണ്ടീഷൻസ്. ESRനെ സംബന്ധിച്ചിടത്തോളം അതൊരു വളരെ സിമ്പിളായ ഇൻവെസ്റ്റിഗേഷനാണ്. ഏതൊരു ടെക്നീഷ്യനും എളുപ്പം പഠിച്ചെടുക്കാൻ കഴിയുന്ന, എളുപ്പം ചെയ്യാൻ കഴിയുന്ന ഒരു ഇൻവെസ്റ്റിഗേഷനാണ്. വളരെ ചിലവ് കുറഞ്ഞ ഇൻവെസ്റ്റിഗേഷനാണ്. TB പോലുള്ള അസുഖങ്ങളുടെ ഒരു സപ്പോർട്ടീവ് ടെസ്റ്റായിട്ട് ESRനെ പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കൂടാതെ ഒരുപടി രോഗങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രോഗ്രസീവ് എഫക്റ്റീവ്നെസ് ടെസ്റ്റായിട്ട് ESR ഉപയോഗപ്പെടുത്താം. എല്ലാം കൂടെ നമുക്ക് പറയാൻ കഴിയില്ല. ചുരുക്കി പറഞ്ഞാൽ ESR ഇന്ന് നിലവിലുള്ള ഏറ്റവും ചെലവ് കുറഞ്ഞ, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന, ഒരുപടി രോഗങ്ങളെ പ്രോഗ്നോസ് ചെയ്യാൻ കഴിയുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്ലിനിക്കൽ ഇൻവെസ്റ്റിഗേഷനാണ്. തീർച്ചയായിട്ടും ESR ഒരു ഫിസിഷ്യൻസിന്
വളരെ ഉപകാരം ചെയ്യുന്ന ഒരു ടെസ്റ്റ് കൂടിയാണ്. ESRനെ കുറിച്ചുള്ള മറ്റു കാര്യങ്ങൾ ഇനിയും ഭാവിയിൽ നമുക്ക് മറ്റു വീഡിയോകളിലായിട്ട് കാണാം. നന്ദി, നമസ്കാരം.